ഏറ്റവും കൂടുതൽ ഇത്രയും 13-14 വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരാളാണ്. അതെ അതെ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷങ്ങൾ എങ്ങനെ നേരിട്ട്? മരണ വീടുകളിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ സജീവ സാന്നിധ്യമായിരിക്കും. മരണ വീട്, കല്യാണം വീട്, അവിടെ കണ്ടാൽ ഞാൻ ചുമ്മാ പോയി കൂടിയിട്ട് പോരുമല്ല, മുഴുവൻ ആളുകളെയും തൊളയിൽ തെറ്റി വർത്തമാനം പറഞ്ഞ് അവരുടെ ആശയം പങ്കിട്ടൊക്കെ പോവുള്ളൂ. അതിപ്പോഴും MLA ആയിരുന്നപ്പോഴൊക്കെ. അപ്പോൾ അത് ഞാൻ തുടർന്നപ്പോൾ ഒരു പന്തികേട് എനിക്ക് തോന്നി തുടങ്ങി. കാരണം ഒരു രാഷ്ട്രീയമില്ലാതെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഒരു രീതിയും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ളതിന് ചെല്ലുന്ന രീതിയും തമ്മിൽ ഒത്തിരി വ്യത്യാസം ബോധ്യപ്പെട്ടു. അപ്പോൾ എന്നെ സുഹൃത്തുക്കൾ ഉപദേശിച്ചു തുടങ്ങി, ഏതെങ്കിലും ഒരു പാർട്ടി ചേര്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് വന്നത്. നവകേരള സദസ്സിൽ എനിക്ക് പെരുമ്പാവൂർ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണം കിട്ടി. അപ്പോൾ കാനൻ രാജേന്ദ്രൻ മരിച്ചതുകൊണ്ട് ആ പരിപാടി മാറ്റി. അന്ന് പരിപാടി ഇല്ലാതിരുന്നുകൊണ്ട് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ റേഷൻ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കമ്മീഷൻ കിട്ടാതെ വലിയ ബുദ്ധിമുട്ട്, 2 മാസത്തെ കമ്മീഷൻ കുടിശ്ശിക, കുറേ പ്രശ്നങ്ങൾ, വേതന പാക്കേജ്, ഇതെല്ലാം ഒന്ന് അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കാം എന്ന് കരുതി ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു പറഞ്ഞു. അന്ന് വരാൻ പറഞ്ഞു. ഞാൻ ഉടനെ ഇവിടുന്ന് പോയി. അപ്പം ഞാൻ ഈ മൂവാറ്റുപുഴത്തെ മുന്നമല്ല എന്നുള്ള നിലയിൽ ഇവിടുത്തെ ചില മൗലികമായ ചില വികസന പ്രവർത്തനങ്ങളുടെ ഒരു നിവേദനവും കരുതിയിരുന്നു. 2 നിവേദനങ്ങൾ വായിച്ചു ചെന്നു. അദ്ദേഹത്തെ കണ്ടു, നിവേദനം കൊടുത്തു. നിവേദനത്തെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, താൻ എന്ത് പണിയായി കാണിക്കണം, താൻ നല്ല ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഈ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വനവാസമാണോ? ഞങ്ങളുടെ കൂടെ ഒന്നും കൊണ്ട, താൻ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്ക് എന്ന് അദ്ദേഹം ഒരു ഉപദേശം. അപ്പോൾ ഈ ഉപദേശങ്ങളെല്ലാം പല വഴിക്ക് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു തുടങ്ങി എന്ത് വേണം. അങ്ങനെ ആലോചിച്ച ഒടുവിൽ ഞാൻ ഈ ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ കഥയാണ്, ഉപമ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വത്തും ഒക്കെ മേടിച്ച് പോയല്ലോ. അപ്പോൾ ഞാൻ മാണിയ ഗ്രൂപ്പിൽ നിന്ന് MLA സ്ഥാനമൊക്കെ മേടിച്ച് ഇവിടുന്ന് പോന്നു. ആ ധൂർത്തപുത്രം ചെയ്തതുപോലെ ഞാൻ പോയി അയാൾക്ക് ഇറങ്ങി തിരിഞ്ഞു വന്നു. ഒന്നും അല്ലാത്തവനായി. അപ്പോൾ തിരിച്ച് എൻ്റെ പിതൃഗ്രഹത്തിലേക്ക് പോകാം. എൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയുമായി ഒരു ആശയവിനിമയം നടത്തുവാനോ ഔപചാരിക തലത്തിൽ ഒരു ചർച്ച നടത്തുവാനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കോട്ടയത്ത് പത്രസമ്മേളനം നടത്തി ഈ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അതിനുശേഷം ഞാൻ ശ്രീ ജോസ് കെ മാണിയെ എൻ്റെ ആഗ്രഹം ടെലിഫോണിലൂടെ അറിയിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് കാണാം എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ പൂർവാശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നൊക്കെ എന്തായാലും നല്ലതാണ്. പക്ഷേ ആ ഇറങ്ങിയ സ്ഥലത്തല്ല തിരിച്ചു പോകുന്നത്. അല്ല, അങ്ങനെ ഒരു വലിയ വിഷയമുണ്ട്. അതിനെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു? ഒരു വലിയ ഭവനത്തിൽ നിന്നാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ പോകുമ്പോൾ വലിയ ഭവനം ഇല്ല അവിടെ. വലിയ ഭവനവും ഭവനത്തിലെ കാരണവരും ഇല്ല. പക്ഷേ ആ ഭവനത്തിൻ്റെ തൂണുകളും ചില അവശിഷ്ടങ്ങളും ഭിത്തികളും ഒക്കെ ഉണ്ട് അവിടെ. ആ തൂണുകൾ ബലവത്താണ്. ഞാൻ പറഞ്ഞല്ലോ, അടിത്തറയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനം കൂടി വളരെ സജീവമാക്കി കൊണ്ടുവന്നാൽ പഴയ വിധത്തിൽ അത് ബലവത്താക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കൂടുതലും വൈകാരികമായ ബന്ധങ്ങളിലൂടെ, വൈകാരികമായ കാര്യങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ കേരളത്തിൽ ശക്തമായൊരു പ്രാദേശിക പാർട്ടിയുടെ അനിവാര്യത നമ്മുടെ മുന്നിലുണ്ട്. അത് കേരള കോൺഗ്രസ് എമ്മിന് മാത്രമേ സാധിക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ സീനിയറില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു മാർഗദർശിയായി, അവർക്കൊക്കെ ഒരു കാരണവരെ പോലെ പാർട്ടി ചെയർമാനായ ശ്രീ ജോസ് കെ മാണിയോടൊപ്പം, അദ്ദേഹത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ ആ പാർട്ടിയെ ശക്തിപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം.